എടോ, അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാരെ കണ്ടുപിടിച്ചോളൂ. ഇതങ്ങനല്ലോ. കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കുറെ എണ്ണം ഇങ്ങ് ഇറങ്ങിക്കും സിനിമാക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് സിനിമാ ഭ്രാന്തന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ, പക്ഷെ തന്നെ പോലൊരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ. താൻ എന്താണോ വിചാരിച്ചേ? നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിയ സിനിമയിൽ നായകനാവുന്നോ? എടോ, നടനാവണമെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ അത്രയെങ്കിൽ ബുദ്ധി വേണോടെ ബുദ്ധി. അഭിനയം പഠിക്കാൻ അവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു. ഇക്കണക്കിനൊരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങുമല്ലോടോ. അവന്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത് സഹിക്കേണ്ടത് ഞങ്ങളും. ഈ സൂക്കേടിന് പറ്റിയ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ, ആടിച്ചുവന്റെ ഒക്കെ അടിയണോനെ. വാഴുവരണോമാരെ, ഇനി ഒരു അച്ഛനും വേണ്ടിയ ചവിട്ടി പൊണ്ടമുട്ടിക്ക് ഞാൻ. അവനൊരു അടികാരൻ. സിനിമയിലല്ലാതെ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടൂടാ നത്തോലി. നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? 2.5 മണിക്കൂർ തട്ടേക്കരുന്ന് ഡയലോഗ് തെറ്റാതെ പറയാൻ പറ്റുള്ളൂ നിനക്കൊക്കെ. കണ്ടിടുന്നയൊക്കെ നിന്നെയൊക്കെ ഉടയം വരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരുടെ ഇറക്കിയതല്ലേ. സിനിമാക്കാർക്ക് എന്താണ് 2 കൂടുതലുണ്ടോ? അതോ നിന്റെയൊക്കെ മറ്റടുത്തുനിന്നാണോ മൂലമറ്റത്തേക്ക് കറണ്ട് കൊടുക്കുന്നത്? ആനയുടെ അത്ര ബുദ്ധി ഉണ്ടെങ്കിലേ അവൻ അഭിനയിപ്പിക്കൂ. എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അഭിനയിപ്പിക്കടാ. ചാൻസ് വേണ്ടിയും തെറികേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ. അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത്? തിന്നെല്ലിന്റെ ഇടക്കറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി. ഈ ഊത്തവയലിലേക്ക് ഞാൻ എന്റെ പൂഞ്ഞാടി ചെയ്തത്. ഇനി പറയുന്നു സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ? നിങ്ങളിപ്പോ പേടിച്ചില്ലേ? ഇല്ലേ? വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എന്തെങ്കിലും ആയിത്തീരാതെ തിരിച്ചു പോകാൻ പറ്റില്ല സാർ. അടുത്ത സിനിമയിലെങ്കിലും എനിക്കൊരു ചാൻസ് തരണം സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക്, നിങ്ങൾക്കായി.